രാമേശ്വരം ദ്വീപിന്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. ഇന്ത്യൻ കവി തുളസീദാസ് രചിച്ച ഇതിഹാസ കാവ്യമായ രാമചരിതമാനസ പ്രകാരം നളയും അദ്ദേഹത്തിന്റെ സഹോദരൻ നിളയും രാമന്റെ സൈന്യത്തെ ലങ്കയിലേക്ക് കടക്കാൻ പ്രാപ്തമാക്കുന്നതിനായി രാമസേതു നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. നളസേതു, സേതു ബാൻഡ്, ആദംസ് ബ്രിഡ്ജ് എന്നിവയാണ് രാമസേതുവിന്റെ മറ്റ് പേരുകൾ. ഭൗമശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും പറയുന്നതനുസരിച്ച് രാമസേതുവിലെ പാറകൾക്ക് 7000 വർഷത്തിലധികം പഴക്കമുണ്ട്. അതേസമയം മണൽത്തിട്ട ഏകദേശം 4000 വർഷമാണ്. രാമസേതുവിന്റെ നീളം ഏകദേശം 48 കിലോമീറ്ററാണ്. ഈ ഭാഗത്ത് കടലിന് ആഴക്കുറവാണ്. രാമസേതു പാലം 1964 വരെ കാണാമായിരുന്നു. ഇപ്പോൾ ഇത് വെള്ളത്തിനടിയിലാണ്. ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ മണൽത്തിട്ടയിൽ കല്ലുകൾ ഇരിക്കുന്നതായി നാസ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയും അണ്ണാ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനമനുസരിച്ച് 18,400 വർഷങ്ങൾക്ക് മുമ്പാണ് രാമസേതു രൂപപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും ചേർന്നാണ് പഠനത്തിന് ധനസഹായം നൽകിയത്. 2004-ലെ സുനാമി പോലുള്ള ദുരന്തങ്ങളൊന്നും ബാധിക്കാത്ത ഗൾഫ് ഓഫ് മാന്നാർ പ്രദേശത്തിന്റെ ഭൂതകാലം കണ്ടെത്തുന്നതിനാണ് പഠനം നടത്തിയത്. ധനുഷ്കോടിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ രാമസേതുവിനെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. രാമസേതുവിന്റെ രഹസ്യം തേടി ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ചിലപ്പോൾ അത് മതവികാരങ്ങൾക്ക് എതിരാകുമോ എന്ന ഭയമുള്ളതിനാലാണ്. ദയവായി ക്ഷമിക്കുക. അതുകൊണ്ട് നമുക്ക് ധനുഷ്കോടിയെക്കുറിച്ച് കൂടുതൽ ഗഹനമായി അറിയാം. എന്നത്തെയും പോലെ ഒരു നല്ല പ്രഭാതം കണ്ടുകൊണ്ടാണ് ധനുഷ്കോടി അന്നും ഉണർന്നത്. കടലിന് ഒരു പ്രത്യേക ശോഭ നൽകിക്കൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ കടലമ്മയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി കടലിൽ കാണാമറയത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇനി ബോട്ട് നിറയെ മീനുകളുമായി തിരിച്ചെത്തുന്ന അവരെ വീട്ടിലുള്ളവരും സുഹൃത്തുക്കളുമൊക്കെ കാത്തിരിക്കും. വരുമ്പോൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സമയമാണ്. അവരുടെ കൈ നിറയെ മീനിന്റെ രൂപത്തിൽ കടലമ്മ കൊടുക്കുന്ന പണം, അത് ധാരാളം ഉണ്ടാവും. എന്നാൽ അന്നത്തെ പ്രഭാതത്തിന് എന്തോ ഒരു പ്രത്യേകത പലർക്കും തോന്നിയെങ്കിലും എല്ലാം തോന്നലായിരിക്കും എന്ന് അവർ കരുതി. അവർ അങ്ങനെയാണ്. കടലമ്മ അവരെ ഒരിക്കലും ചതിക്കില്ല എന്ന് ഉറക്കത്തിൽ പോലും വിശ്വസിക്കുന്നവരാണ് അവർ. കടലമ്മയെ വിട്ടു ഒരു ജീവിതമില്ലാത്തവർ. നല്ല തണുപ്പുള്ള കാറ്റ് അവിടെയെല്ലാം പറന്നു നടന്നിരുന്നു. സൂര്യന്റെ ചുവപ്പ് നിറം കുറഞ്ഞും അന്തരീക്ഷം ചൂടാകാനും തുടങ്ങിയിരിക്കുന്നു. പതിവില്ലാതെ അവിടെ നല്ല ശക്തിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിന്റെ ശക്തിയിൽ കടൽക്കരയിലുണ്ടായിരുന്ന കരിയിലകളും പത്രക്കടലാസിന്റെ തുണ്ടുകളും മറ്റ് അവശിഷ്ടങ്ങളും ആകാശത്തോളം പറന്നിരുന്നത് കാണാമായിരുന്നു. പിന്നെ അത് കൂടിക്കൂടി വന്നു. കാറ്റിനൊപ്പം ചെറിയ മണൽത്തരികളും വെള്ളവും കൂടിയായപ്പോൾ വീടിന് പുറത്തുണ്ടായിരുന്നവരൊക്കെ വീണ്ടും തിരിച്ചു വീടിനുള്ളിലേക്ക് തന്നെ കയറി. എല്ലാവരും തെല്ലൊരു ഭയത്തോടും ആശങ്കയോടും കൂടി വീടിനുള്ളിൽ കാറ്റ് ശമിക്കുന്നതും നോക്കി കാത്തിരുന്നു. എന്നാൽ അതുണ്ടായില്ല. കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോയവരിൽ ചിലരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തിരികെ വന്നു. കാരണം അവർക്ക് അവരുടെ ബോട്ടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത അത്ര ശക്തിയിലായിരുന്നു കടലിൽ കാറ്റ് വീശിയിരുന്നത്. എങ്കിലും ചിലരൊക്കെ ധൈര്യം സംഭരിച്ചു മുന്നോട്ട് പോവുക തന്നെ ചെയ്തിരുന്നു. അവരൊന്നും പിന്നീട് തിരിച്ചു വന്നില്ല. അവരുടെ അവസാന യാത്ര കടലിന്റെ കാണാപ്പുറങ്ങളിലേക്കോ അതോ അന്ധകാരം മൂടിയ കടലിന്റെ അടിത്തട്ടിലേക്കോ എന്നും അറിയില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ കാണാൻ കഴിയുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ്. ആ യാഥാർത്ഥ്യങ്ങളുടെ പൊരുൾ തേടിയാണ് നമ്മൾ ഇന്ന് ധനുഷ്കോടി എന്ന വിസ്മൃതിയിൽ ആണ്ടുപോയ നഗരത്തിലേക്ക് പോകുന്നത്. എല്ലാവർക്കും ലീഫ് ടെക് മെഡിലൈഫ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസംബർ 17 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ 19 അത് ഉഗ്രപ്രതാപിയായ ഒരു ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. 1964 ഡിസംബർ 21 അത് പടിഞ്ഞാറേ ദിശയിലേക്ക് മാറി. ഏതാണ്ട് ഒരു നേർരേഖയിൽ ദിവസേന 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗതയാർജിക്കുകയും ചെയ്തു. ഡിസംബർ 22 അത് ശ്രീലങ്കയിലെ വാവുനിയെ കടക്കുകയും ജാഫ്ന ജില്ലയിൽ ഏകദേശം 5000 വീടുകളും 700 മത്സ്യബന്ധന ബോട്ടുകളും നശിപ്പിക്കുകയും ദ്വീപിൽ കുറഞ്ഞത് 1000 പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു. കൂടാതെ നിരവധി പേരെ കാണാതാകുകയും ചെയ്തു. മരണസംഖ്യ 2000 കവിയുമെന്നാണ് അനൗദ്യോഗിക കണക്ക്.
സിലോണിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായാണ് സർക്കാർ ഇതിനെ കണക്കാക്കുന്നത്. 1964 ഡിസംബർ 22 അർദ്ധരാത്രി മുതൽ 23 വരെ ഇതേ കൊടുങ്കാറ്റ് ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ ദിവസത്തെ കാറ്റിന്റെ ചലനവേഗത മണിക്കൂറിൽ 280 കിലോമീറ്റർ. തിരമാലകൾ 7 മീറ്ററിൽ അധികം ഉയരത്തിലുമായിരുന്നു. 59 വർഷം മുമ്പ് ചുഴലിക്കാറ്റുണ്ടായ ആ ദിവസം രാവിലെ 11 മണിയോടെ രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിനിനായി കാത്തുനിന്ന ഒരു യാത്രക്കാരന്റെ വിവരണത്തിൽ പറയുന്നതിങ്ങനെയാണ്. ധനുഷ്കോടിയിലാകെ വീശിയടിച്ച ആ കാറ്റ് സ്റ്റേഷൻ ചുറ്റും വലിയ ഭീകരതയാണ് സൃഷ്ടിച്ചത്. കാറ്റിന്റെ ശക്തി വീണ്ടും വീണ്ടും കൂടുകയാണെന്ന് കണ്ടപ്പോൾ അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന യാത്രക്കാർ എല്ലാവരും അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ അഭയം പ്രാപിച്ചു. കാറ്റിന്റെ ശക്തിയിൽ ആ കമ്പാർട്ട്മെന്റ് 30 ഡിഗ്രിയോളം ചരിഞ്ഞപ്പോൾ ജീവനിൽ ഭയന്ന് നിരവധി പേർ പുറത്തേക്ക് ചാടി. എന്നാൽ ഉച്ചകഴിഞ്ഞു 2 മണിയോടെ ശക്തിയിൽ വീശിയ കൊടുങ്കാറ്റ് വൈകുന്നേരം 4 മണിയോടെ ശമിച്ചു. ആളുകൾ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് ഓടിവരുന്നത് അവർ കണ്ടു. അത് അവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആയിരുന്നു. അവർക്കൊക്കെ അവരുടെ വീട് നഷ്ടപ്പെട്ടു. ആദ്യ ചുഴലിക്കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് തിരകളെ കൊണ്ടുവന്നപ്പോൾ എതിർദിശയിൽ നിന്നുള്ള രണ്ടാമത്തെ കാറ്റ് തിരകളെ തിരികെ കൊണ്ടുപോയി. രാത്രിയിലും അതിഭയങ്കരമായി ആഞ്ഞടിച്ച ആ കാറ്റ് തുടർന്നു. ഒരു സംഹാര താണ്ഡവം ആടിയിരുന്നു എന്ന് പറയുന്നതാവും ശരി. പിറ്റേന്ന് രാവിലെ വിളറി വെളുത്ത ആകാശത്തിനു കീഴിൽ ധനുഷ്കോടി എന്ന നഗരം ഉണ്ടായിരുന്നില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും ചേതനേറ്റ ശരീരങ്ങൾ. അവരുടെ സ്വപ്നത്തോടൊപ്പം വെള്ളം കുടിച്ചു വീർത്ത വയറുമായി എല്ലായിടവും നിരന്നു കിടന്നു. പ്രായമായവരും കുഞ്ഞുങ്ങളും അമ്മമാരും അവരെ സംരക്ഷിച്ചിരുന്നവരും അവരുടെ കുടിലുകൾ അവരുടെ സമ്പാദ്യങ്ങൾ എല്ലാം പോയി. എല്ലാവരുടെയും വിധി ഒന്നായിരുന്നു. അവിടെ വലിയ കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങളൊഴികെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടമാകെ അവരുടെ ജീവിതത്തിന്റെയും സ്വപ്നങ്ങളുടെയും ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. ധനുഷ്കോടി എന്ന പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം 1800 പേർ ആ കൊടിയ വിപത്തിൽ മരണമടയുകയും ചെയ്തു. ഇത് അന്നത്തെ സർക്കാരിന്റെ കണക്കാണ്. ശരിക്കുള്ള കണക്ക് ആർക്കും അറിയില്ല. അതാണ് സത്യം. അത് 3000-ലും അധികമാണെന്ന് അക്കാലത്തെ ഒരു വിദേശപത്രത്തിൽ വാർത്ത വന്നിരുന്നു. എന്തായാലും അന്നു രാത്രി ഏകദേശം 11:55 ഇതൊന്നുമറിയാതെ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ ധനുഷ്കോടിക്ക് ഏതാനും മീറ്ററുകൾ അടുത്തെത്തിയപ്പോൾ സിഗ്നൽ തകരാറിലായത് കാരണം പാമ്പൻ ധനുഷ്കോടി പാലത്തിന്റെ നടുവിൽ നിർത്തിയിട്ടു. സിഗ്നൽ ഇല്ലാതിരുന്നതിന്റെ കാരണം പകലെല്ലാം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ അവിടെയുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ടെലിഫോൺ പോസ്റ്റുകളുമെല്ലാം കടപുഴകി വീഴുകയും വൈദ്യുതി വിതരണവും ടെലിഫോൺ സംവിധാനവും എല്ലാം തകരാറിലാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ നിന്നും സിഗ്നൽ കൊടുക്കാൻ കഴിയാതിരുന്നത്. ചുറ്റും ഇരുട്ടും സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നതിന്റെ സൂചന ഇല്ലാതിരുന്നതിനാലും ഡ്രൈവർ ഒരു നീണ്ട വിസിൽ മുഴക്കി റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ട്രെയിൻ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങിയതും ആകാശത്തോളം ഉയർന്നു വന്ന ഒരു തിരമാല അതിന്റെ എല്ലാ ശക്തിയോടും കൂടി ട്രെയിനിൽ ഇടിച്ചതുമെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോയ ആ ട്രെയിനിന്റെ ചൂളം വിളി ആരും കേട്ടിട്ടില്ല. അത് പിന്നീടൊരിക്കലും സിഗ്നൽ കാത്തു കിടന്നതുമില്ല. നിസ്സഹായതയോടെ ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് പോലും ഇല്ലാതെ ആ രാത്രിയിൽ പ്രക്ഷുബ്ധമായ കറുത്തിരുണ്ട കടലിന്റെ അഗാധതയിലേക്ക് അത് മാഞ്ഞുപോയി. അതിൽ ഉണ്ടായിരുന്ന 115 യാത്രക്കാരും മരിച്ചു. ഭയന്നു വിറച്ചുപോയ അവരുടെ ജീവനു വേണ്ടിയുള്ള നിലവിളികൾ കൊടുങ്കാറ്റിന്റെ ഹൂങ്കാര ശബ്ദത്തിലും അലറുന്ന തിരമാലകളുടെ ഒടുങ്ങാത്ത പ്രവാഹത്തിലും ലയിച്ചുപോയി. ആരും അത് കേട്ടില്ല. ആരും രക്ഷകരായി എത്തിയതുമില്ല. അത് മറ്റാരും അറിഞ്ഞതുമില്ല. ഒരു തുള്ളി ജീവശ്വാസത്തിനായി പിടയുന്നതിനിടയിലും സഹായത്തിനായി ഉയർത്തിയ കൈകൾ കണ്ണിൽ കുത്തുന്ന ആ ഇരുട്ടിൽ അവർ പരസ്പരം പോലും കണ്ടില്ല. കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ജീവനു വേണ്ടി കരഞ്ഞു യാചിച്ചപ്പോൾ അത് നോക്കി നിസ്സഹായരായി സ്വയം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹതഭാഗ്യരായ ഒരു കൂട്ടം പുരുഷന്മാർ. എത്ര ദയനീയവും എത്ര ഭീകരവുമായിരുന്നു ആ നിമിഷം. ആരും അതിജീവിച്ചിട്ടില്ലാത്ത ആ ദുരന്തത്തിൽ നൊന്തുപോയ പാമ്പൻ റെയിൽ പാലവും തകർന്നടിയാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. ചുഴലിക്കാറ്റിൽ ഉയർന്ന സുനാമി തിരമാലകൾ ഈ ദ്വീപിലേക്ക് ശക്തിയിൽ നീങ്ങുകയും നഗരം മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ആളുകളെ രക്ഷിക്കാൻ അയച്ച നാവികസേനാ കപ്പലുകൾ ധനുഷ്കോടിയുടെ കിഴക്കേ അറ്റത്ത് നിരവധി ശരീരങ്ങൾ വീർത്തുകിടക്കുന്ന കാഴ്ച കണ്ടതായി റിപ്പോർട്ട് ചെയ്തു.
ഈ ദുരന്തത്തെ തുടർന്ന് മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു പ്രേത നഗരമായും ജീവിക്കാൻ യോഗ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ 2004 ഡിസംബറിലെ സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ ഏതാണ്ട് 500 മീറ്ററോളം പിൻവലിയുകയും സമുദ്രത്തിലാണ്ടുപോയ പഴയ പട്ടണത്തിന്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് വെളിവാകുകയും ചെയ്തിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠന റിപ്പോർട്ടനുസരിച്ച് കടൽത്തീരത്തിന് ലംബമായി ഭൂമിയുടെ പുറംതോടിലെ ടെക്ടോണിക് ചലനം കാരണമായി 1948-ലും 1949-ലുമായി ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗത്ത് മാന്നാർ ഉൾക്കടലിനെ അഭിമുഖീകരിക്കുന്ന ഭാഗം ഏകദേശം 5 മീറ്ററോളം മുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ്. ഇതിന്റെ ഫലമായി 1/2 കിലോമീറ്റർ വീതിയിലും വടക്കുനിന്ന് തെക്കോട്ട് 7 കിലോമീറ്ററോളം നീളത്തിലുമായുണ്ടായിരുന്ന ഒരു ഭൂഭാഗം സമുദ്രത്തിലാണ്ടുപോയിരുന്നു. രാമേശ്വരത്തിന് ചുറ്റുമുള്ള തീരപ്രദേശം ഇപ്പോഴും അത്യന്തം അപകട സാധ്യതയുള്ളതാണ്. പാമ്പൻ ദ്വീപിന്റെ അറ്റത്തുള്ള ധനുഷ്കോടിയെ ഭൂഖണ്ഡത്തിൽ നിന്ന് പാക് കടലിടുക്കാണ് വേർതിരിക്കുന്നത്. 1964-ലെ ചുഴലിക്കാറ്റിൽ പൂർണ്ണമായും നശിച്ചുപോയ ഈ പട്ടണം അതിനുശേഷം ഇപ്പോഴും ജനവാസമില്ലാതെ തുടരുകയാണ്. ഇന്ന് അവിടം ഒരു പട്ടണമല്ല എന്നു മാത്രം. പകൽ സമയത്ത് ധനുഷ്കോടിയിൽ കുറച്ച് കച്ചവടക്കാരെയും ഭക്ഷണശാലകളും മാത്രമേ കാണാനാകൂ. കെട്ടുകഥകളും നിഗൂഢതകളും അത്ഭുതങ്ങളുമായി ബംഗാൾ സമുദ്രത്തിന്റെയും ഇന്ത്യൻ സമുദ്രത്തിന്റെയും സംഗമസ്ഥാനത്തുള്ള മനോഹരമായ കാഴ്ചകളുള്ള ധനുഷ്കോടി എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്നാൽ അതേസമയം അതിന്റെ വിജനതയും അവിടെയുള്ള അവശിഷ്ടങ്ങളുടെ കാഴ്ചയും നിങ്ങളിൽ ഒരു വിചിത്രമായ അനുഭൂതി അവശേഷിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ഇത് മറ്റേതോ ഒരു സ്ഥലമായിരുന്നു എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കും. ഈ വിജനമായ ദ്വീപിൽ ഇപ്പോൾ 500ഓളം ജനസംഖ്യയുള്ള ഏതാണ്ട് 50-ൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകൾ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ചെറിയ ചെറിയ കയ്യേറ്റങ്ങളാണ്. അവരുടെ പ്രധാന ഉപജീവന മാർഗം ഈ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യവും അവിടെ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനവും ആണ്. അന്ന് ധനുഷ്കോടിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ, ചെറിയ ഒരു റെയിൽവേ ആശുപത്രി, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, കസ്റ്റംസ് പോർട്ട് ഓഫീസുകൾ മുതലായവ ഉണ്ടായിരുന്നു. റെയിൽവേ ലൈനിന്റെ അവശിഷ്ടങ്ങളിൽ ചിലത് ഇപ്പോഴും കാണാൻ കഴിയും. ഓഫീസുകളും ആശുപത്രിയും പഴയ സ്കൂളും ദ്വീപിൽ തുടരുന്ന 500 നിവാസികൾക്കായി ഇപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നു. ഇവിടെ താമസിക്കുന്നവർ പറയുന്നത് രാത്രികാലങ്ങളിൽ ചില ശബ്ദങ്ങളും കരച്ചിലുകളും തേങ്ങലുകളും മറ്റ് ചിലപ്പോൾ വലിയ ശബ്ദത്തിലുള്ള അലർച്ചകളും ഒക്കെ ഈ പ്രദേശത്ത് നിന്നും സ്ഥിരമായി കേൾക്കാറുണ്ട്. അത് അന്ന് മരിച്ചവരുടെ ആത്മാക്കൾ ആണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം സത്യമോ മിഥ്യയോ ആയിക്കോട്ടെ, പകൽ പോലും അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. സജീവമായൊരു പട്ടണവും അതിലെ ജീവജാലങ്ങളും ഒരു രാത്രി കൊണ്ട് ഇല്ലാതാകുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. പ്രേതനഗരമെന്ന ദുഷ്പേരും ചുമലിലേന്തി നിൽക്കുന്ന ധനുഷ്കോടിയിലെ ജീവിച്ചു കൊതിതീരാതെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ആ പാവം മനുഷ്യർക്കു വേണ്ടി മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ ഡോക്ടർ മനോഹരൻ, സൈനിങ് ഓഫ് ആൻഡ് 73s.